വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 45 മുതൽ 53 വരെയുള്ള തിരുവചനങ്ങൾ. സേവകന്മാർ തിരിച്ചു ചെന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത്? അവർ മറുപടി പറഞ്ഞു, അവനെ പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഫരിസേയർ അവരോട് ചോദിച്ചു, നിങ്ങളും വഞ്ചിതരായോ? അധികാരികളിലോ ഫരിസേയരിലോ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ? നിയമം അറിഞ്ഞുകൂടാത്ത ഈ ജനക്കൂട്ടം ശപിക്കപ്പെട്ടതാണ്. മുൻപൊരിക്കൽ യേശുവിൻ്റെ അടുക്കൽ പോയവനും അവരിൽ ഒരുവനുമായ നിക്കോദേമോസ് അപ്പോൾ അവരോട് ചോദിച്ചു, ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? അവർ മറുപടി പറഞ്ഞു, നീയും ഗലീലയിൽ നിന്നാണോ? പരിശോധിച്ചു നോക്കൂ, ഒരു പ്രവാചകനും ഗലീലയിൽ നിന്ന് വരുന്നില്ല എന്ന് അപ്പോൾ മനസ്സിലാകും. ഓരോരുത്തരും സ്വന്തം വീടുകളിലേക്ക് പോയി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ തിരുവചന ഭാഗത്തിൽ ഈശോയുടെ വചനങ്ങളെയും പ്രവർത്തനങ്ങളെയും വിശ്വസിക്കുകയും അതുപോലെ തന്നെ അവിശ്വസിക്കുകയും ചെയ്ത യഹൂദ ജനതയാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഈശോ ക്രിസ്തു ആണെന്ന് വിശ്വസിച്ച യഹൂദജനം ശപിക്കപ്പെട്ടതാണ് എന്നും ഗലീലയിൽ നിന്ന് ഒരു നന്മയും ഉത്ഭവിക്കില്ല എന്ന് പറഞ്ഞ് വിധിക്കുന്ന യഹൂദ പ്രമുഖരെയും ഫരിസേയരെയും നാം കണ്ടുമുട്ടുന്നു. ഇതൊക്കെ ഈശോയെക്കുറിച്ച് യഹൂദ പ്രമുഖരും ഫരിസേയരും പറയുമ്പോഴും ഈശോയ്ക്ക് തന്നെക്കുറിച്ച് തന്നെ നല്ലൊരു സെൽഫ് അവയർനെസ് ഉണ്ടായിരുന്നു. ഞാനും പിതാവും ഒന്നാണെന്നും പിതാവിന്റെ ഹിതം നിറവേറ്റുവാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്നുമുള്ള ഓർമ്മ ഈശോയെ എപ്പോഴും നയിച്ചിരുന്നു. അവിടുത്തെ മക്കളായ നമുക്ക് ഓരോരുത്തരും ദൈവമക്കളാണ് എന്നുള്ള അവബോധത്തോടെയും അവിടുത്തെ ഹിതം നിറവേറ്റുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്നുള്ള ഓർമ്മയോടെയും ആയിരിക്കാം. ഇന്നേ ദിവസം സൃഷ്ടാവായ ദൈവം എല്ലാം നമ്മുടെ നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ സംശയം കൂടാതെ വിശ്വസിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ.